ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടവർ പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുകൾ ഇറക്കി വയ്ക്കാൻ സഹായിച്ച ശേഷം കടന്നുപോയി. കല്യാണത്തിനായി എത്തിയ ദമ്പതികൾ ബന്ധുവീട്ടിലെത്തി ബാഗുകൾ പരിശോധിച്ചപ്പോൾ 71 പവൻ സ്വർണം കാണാനില്ല. മോഷണം നടത്തിയ 4 പേരെയും റെയിൽവേ പോലീസ് പിടികൂടി. ഷൊർണൂരാണ് സംഭവം. അന്യസംസ്ഥാനക്കാരായ ഹരിയാന സ്വദേശി 63 വയസ്സുള്ള ദിൽബാഗ്, 43 വയസ്സുള്ള ജിതേന്ദർ, 36 വയസ്സുള്ള മനോജ് കുമാർ, 43 വയസ്സുള്ള രാജേഷ് എന്നിവരാണ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ചെന്നൈ മംഗളൂരു ട്രെയിനിൽ പട്ടാമ്പിയിലേക്ക് യാത്ര ചെയ്ത തമിഴ്നാട് കാഞ്ചീപുരം ഗോകുൽ നഗറിൽ സതീദേവിയുടെ ബാഗുകളാണ് പ്രതികൾ മോഷ്ടിച്ചു കടന്നത്. ബന്ധുവീട്ടിലെ കല്യാണത്തിന് സതീദേവിയും ഭർത്താവ് വാസുദേവൻ നായരും എത്തിയതായിരുന്നു. യാത്രക്കിടയിൽ പരിചയപ്പെട്ട പ്രതികൾ ദമ്പതികൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങവേ ലഗേജുകൾ ഇറക്കാൻ സഹായിച്ചിരുന്നു. കല്യാണ വീട്ടിലെത്തി ബാഗുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം നഷ്ടമായ കാര്യം അറിഞ്ഞത്. തുടർന്ന് ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകി. സമാന കേസുകളിൽ മുമ്പ് അറസ്റ്റിലായവരുടെ ഫോട്ടോ കാണിച്ചതോടെയാണ് ഇവർ തന്നെയാണ് പ്രതികളെന്ന് ദമ്പതികൾ ഉറപ്പിച്ചത്. ഇതേ ട്രെയിനിൽ കോഴിക്കോട്ട് നിന്നും യാത്രക്കാരന്റെ ബാഗിൽ നിന്ന് പ്രതികൾ 53.5 പവൻ സ്വർണം മോഷ്ടിച്ചിരുന്നു. 4 പേരെയും മടുകോണിൽ വെച്ചാണ് പിടികൂടിയത്. റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് സ്വർണം പിടികൂടിയത്. മലയാളം ടെലിവിഷൻ, പാലക്കാട്. കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെ?